ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നുൽ ഇയാദ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? സുന്നികൾ, മുബ്തദിഇകൾ, രണ്ട് വിഭാഗം ആളുകളുണ്ട്. എന്നാൽ വസ്വാഹിബു സുന്നത്തിൻ, സുന്നത്ത് ജമാഅത്തിന്റെ ആള്, വഇൻ ഖല്ല അമലുഹു, അയാൾക്ക് അമലൊക്കെ കുറച്ച് കുറവാണ്. ആളാരാണ്? സുന്നിയാണ്. അതായത് വിശ്വാസം ക്ലിയർ ആണ് എന്നർത്ഥം. വിശ്വാസത്തിൽ യാതൊരു മായം ചേർത്തിട്ടില്ല, ക്ലിയറായ വിശ്വാസാണ്. പക്ഷെ അയാൾക്ക് അമല് കുറവാണെങ്കിലും ഫഇന്നി അർജു ലഹു, അയാളെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ട്. എന്താ പ്രതീക്ഷ? അയാൾ രക്ഷപ്പെടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്തേ കാരണം? അയാൾ ഈമാൻ ക്ലിയർ ആണ്. ഈമാൻ ക്ലിയർ ആയതുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. നേരെ മറിച്ച് വസ്വാഹിബു ബിദ്അത്തിൻ, പുത്തൻവാദി, വഹാബി, പുതിയ വിശ്വാസക്കാരൻ, ലാ യർഫഉല്ലാഹു ലഹു അമലൻ, അയാളെ അമൽ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. വഇൻ കസുറ, അയാളെ അമൽ എത്ര അധികരിച്ച് അമൽ ചെയ്താലും ശരി. എന്തേ സ്വീകരിക്കാത്തത്? അയാളുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ട്, വിശ്വാസത്തിൽ മായമുണ്ട്, വിശ്വാസത്തിൽ വികൃതമായ സ്വഭാവമുണ്ടായതുകൊണ്ട് അയാളുടെ സംബന്ധിച്ച് അയാളെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇത് വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ ബിദ്അത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരുപാട് ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ട്, അതുപോലെ സദസ്സിലുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് വെറുതെയല്ല. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറത്തിൽ ബിദ്അഉ ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടു, പുതിയ വിശ്വാസങ്ങൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഫഅലൽ ആലിമി അയ്യുളിഹിറ അലിമഹു, അതിനെപ്പറ്റി അറിയുന്നവർ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കൽ ആ വിവരമുള്ളവന്റെ മേലിൽ ബാധ്യതയാണ്. ഫഇല്ലം യഫ്അൽ, അങ്ങനെ മിണ്ടാതിരുന്നാൽ, വിവരമുള്ള ആളുകൾ മിണ്ടാതിരുന്നാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ശാപം, മലക്കുടെ ശാപം, മുഴുവൻ ജനങ്ങളുടെ ശാപവും അവർക്കുണ്ടായിത്തീരും. അവ ബിദ്അത്തുകാരനായാൽ സൂക്ഷ്മത ഉണ്ടാകൂല. ഇന്നതാണ് പറയാൻ പറ്റൂ, ഇന്നത് പറയാൻ പറ്റൂല എന്നൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരുടെ ഏറ്റവും വലിയ പണി പച്ചക്കളവ് പറയാ, നുണ പ്രചരിപ്പിക്കുക. മോനെ റെഡിയല്ലേ? പച്ചക്കളവ് പറയാ. നോക്കുന്നു, മുജാഹിദ് ബാലുശ്ശേരി പറയാണ്, സുന്നികളൊക്കെ CM വലിയുള്ളാനെ ആരാധിക്കുന്നവരാണ് എന്നാ. ഇനി ഓരോരുത്തരും നിഷ്പക്ഷമായിട്ട് ആലോചിക്കണുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ബുദ്ധി തന്ന ആളുകളാണ്. ഈ മുജാഹിദ് മൗലവിന്റെ പ്രസംഗങ്ങൾ കേൾക്കുക. അയാൾ പറയണം എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ മരിച്ചുപോയ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നമ്മളെ പറ്റി അദ്ദേഹത്തിന്റെ വാദതാണ്. അത് അദ്ദേഹം ഒന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു വിഷയം. ആദ്യമായിട്ട് അള്ളാഹനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയം. ആദ്യമായിട്ട് അള്ളാഹനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയം. ആദ്യമായിട്ട് ലോകത്ത് ദൈവത്തെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം, ആദ്യമായിട്ട് അള്ളാഹനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയം. അപ്പൊ ആദ്യമായിട്ട് ലോകത്ത് ദൈവത്തെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയം. ഇന്നവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്. ഒരു തർക്കമില്ല. സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. ബാക്കി അപ്പൊ ആദ്യമായിട്ട് ലോകത്ത് ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം, വേറെ അതിനു മുമ്പ് ഒരു ആരാധനാലയം ഈ ഭൂമുഖത്ത് വേറെ. ആദ്യത്തെ നമുക്ക് ആരാധിക്കാനുള്ള ഭവനം നേരത്തെ പറഞ്ഞു കാബാലയാണ്. അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. ബാക്കി പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ്. ഗുരുവായൂർ ക്ഷേത്രം ആരെ ആരാധിക്കാനാണ്? മധുരൈ മീനാക്ഷി ക്ഷേത്രം എന്നാൽ അവിടെയുള്ള പ്രതിഷ്ഠയായ ഗുരുവായൂർ അപ്പനെ ആരാധിക്കാനാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. മധുരൈ മീനാക്ഷി ആരാധിക്കാനാണ്. സീമടവൂരിന്റെ ദർഗ, ആ ക്ഷേത്രത്തിൽ ഏത് പ്രതിഷ്ഠയാണോ ഉള്ളത് ആ പ്രതിഷ്ഠനെ ആരാധിക്കാനാണ്. അതിന് തർക്കമില്ല. അവിടെയാണ് പ്രശ്നം. CM മടവൂരിന്റെ ദർഗ ആരാധിക്കാനാണ്. അവിടെയാണ് പ്രശ്നം. മഹാനായ CM വലിയുള്ളാഹ് തങ്ങൾ ആരാധിക്കുന്നില്ല, ആദരിക്കുന്നു, സിയാറത്ത് ചെയ്യുന്നു. ഇതാണ് ഇവരെ തട്ടിപ്പ്. ഞങ്ങള് 2-3 ക്ഷേത്രങ്ങളെ പറയാ,
അവിടുത്തെ ആരാധ്യരെ പറയാ, പിന്നെ നേരെ CM മടവൂർ തങ്ങളുടെ അടുത്തേക്ക് വരിക, എന്നിട്ട് പറയാ CM മക്കാമിൽ ആരാ ഉള്ളത്, അവിടെ ആരാണ് ആരാധിക്കുന്നത് എന്ന്. ഞാൻ ചോദിക്കുന്നു, മഹാനായ CM വലിയുള്ള തങ്ങളെ ആരാണ് ആരാധിക്കുന്നത്? ഒരാളും ആരാധിക്കുന്നില്ല. മഹാനായ CM വലിയുള്ള തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണ്, ആലിമാണ്, ആരിഫാണ്, വലിയ മഹാനാണ്. ആ നിലക്ക് അവരെ സിയാറത്ത് ചെയ്യുന്നു എന്നല്ലാതെ ഒരാളും ആരാധിക്കുന്നില്ല. എന്നിട്ട് സുന്നികളുടെ മേലിൽ വെച്ച് കെട്ടുക, എന്ത്? ഇവർ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നവരാണ്. ആരാധന വേറെ, ആദരവ് വേറെ. ഇത് രണ്ടും തിരിച്ചറിയാത്തതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. ആദരവിന് ആരാധന എന്ന് പറയാവോ? ആരാധന വേറെ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇതല്ലേ ഞങ്ങളുടെ വിശ്വാസം? തോന്നിയാസം പറയാൻ പറ്റുമോ? വ്യാപകമായി ഇവരുടെ ആരോപണം സുന്നികൾ CM മടവൂരിനെ ആരാധിക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയൽ നമ്മളെ ബാധ്യതയല്ലേ? അദ്ദേഹം ബാക്കിയും കൂടെ പറയട്ടെ, നമ്മുടെ സൗകര്യം പോലെ വിശദീകരിക്കുക. പുളിങ്ങോ മക്കാമ് ആരെ ആരാധിക്കാനാണ്? പുളിങ്ങോ മക്കാമ് ആരെ ആരാധിക്കണില്ല. മക്കാമിൽ ആരാണോ അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിൽ അവരെ സിയാറത്ത് ചെയ്യുന്നു, ആദരിക്കുന്നു എന്ന് മാത്രം. ഏർവാടി ആരെ ആരാധിക്കാനാണ്? ഏർവാടിയിൽ ഒരാളെയും ആരാധിക്കണില്ല. ഏർവാടിയിൽ പുളിങ്ങോ മക്കാമ് ആരെ ആരാധിക്കാനാണ്? ഏർവാടി ആരെ ഏർവാടിയിൽ ഇബ്രാഹിം ഭീമാപള്ളി ആരെ ആരാധിക്കാനാണ്? അല്ലാഹനെ ആരാധിക്കാനല്ല. അല്ല, അവിടെ ആദരവ് നടക്കുന്നു, ആരാധന നടക്കുന്നില്ല. ആരാധന നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുമ്പ് ഞങ്ങളാണ് ആദ്യം തീർക്കുക. അവിടെ ആദരവാണ്, സിയാറത്താണ്, ആരാധനയല്ല. ഭീമാപള്ളി ഭീമാപള്ളിയിലും ഒരാളെയും ആരാധിക്കുന്നില്ല. അവിടെ ആരാണോ മറവട്ട് കിടക്കുന്നതെങ്കിൽ അവരെ ആദരിക്കുന്നു, സിയാറത്ത് ചെയ്യുന്നു. ഞങ്ങളെ വിശ്വാസങ്ങളല്ല പറയേണ്ടത്. ബാക്കി അല്ലാഹനെ ആരാധിക്കാനല്ല. അല്ല അല്ല ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ കന്യാമറിയമിനെ ആരാധിക്കുന്നു. കാരണം അവരുടെ വിശ്വാസം എങ്ങനെയാണ് പറയട്ടെ? ആരാധനാലയം ചിന്തിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അതിന്റെ പേരാണ് മസ്ജിദ്. അവ മൂപ്പതൊക്കെ ചോദിച്ചിട്ട് മൂപ്പര് ചോദിക്കാണ്, ഇനി സൃഷ്ടാവിനെ ആരാധിക്കാൻ എവിടെയാണ് സ്ഥലമുള്ളത്? അതിന്റെ പേരാണ് പള്ളി. അപ്പൊ ആരാധന വേറെ, ആദരവ് വേറെ. മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നു, മഹാരഥന്മാരെ സിയാറത്ത് ചെയ്യുന്നു. അതിലൂടെ നമുക്കും പുണ്യം കിട്ടുന്നു, മരിച്ചുപോയവർക്കും പുണ്യം കിട്ടുന്നു. അതല്ലാതെ മരിച്ചു കിടക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ ആരാധിക്കുന്നില്ല. അങ്ങനെ ആരാധിക്കുന്നു എന്ന് ഞങ്ങളുടെ കെട്ടിച്ചമക്കുകയാണ്. ഇത് കേൾക്കുന്നവർക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് കേൾക്കുന്നവർക്ക് വല്ലതും അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? എന്താണ് ഖുർആൻ പറഞ്ഞത്? ഔലിയാക്കന്മാരില്ലേ? അങ്ങനത്തെ വാദങ്ങൾക്കുണ്ടോ ഔലിയാക്കന്മാരില്ലാന്ന്? ഔലിയാക്കന്മാരുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അവർ മഹാന്മാരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അവർ ദുന്യാവിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ ഭയപ്പാടില്ലാത്തവരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ദുന്യാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും ടെൻഷനും ബേജാറുമില്ലാത്തവരാണ്. എന്തുകൊണ്ട്? ദുന്യാവിന് അവർ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ദുന്യാവുണ്ടായാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ആഖിറത്തിൽ കുടുങ്ങുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അവർക്ക് ഭയപ്പാടില്ലെന്ന് മാത്രമല്ല, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ. എടക്ക് നീ ആയത്ത് ഓതി നോക്കണം. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഒന്നുമില്ലെങ്കിലും ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും അവർ സന്തോഷത്തിലാണ്. അങ്ങനെയുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. കാര്യായിട്ട് ബലപ്പണി ഔലിയാക്കന്മാരെ പരിഹസിക്കലാണ്. നിങ്ങൾ കേട്ടണോ?
മുജാഹിദിന്റെ കൂട്ടത്തിൽ ഒരു ഔലിയ ഉണ്ട് എന്ന് ലോക ചരിത്രങ്ങൾ കേട്ടണോ? ഇതാ മുജാഹിദ് ഇന്ന നാട്ടിൽ ഒരു വലിയുണ്ട്, നല്ല മനുഷ്യനാണ്, ദ്വാരനാളൊക്കെ ഉത്തരം കിട്ടും, അയാൾ മുജാഹിദാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടണോ? ഖിയാമത്ത് നാൾ വരെ കേൾക്കൂല, ഖിയാമത്ത് നാൾ വരെ കേൾക്കൂല. എന്തുകൊണ്ട്? ഔലിയാക്കന്മാരെ നിഷേധിക്കലും ഔലിയാക്കന്മാരെ കളിയാക്കലും ഔലിയാക്കന്മാരെ പരിഹസിക്കലും ഇതാണ് ഇവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇതിൽ വഞ്ചിതരാകരുത്. ഒരിക്കലും മഹാന്മാരായ ഔലിയാക്കന്മാരെ നമ്മൾ ആരാധിക്കുന്നില്ല, അവരെ നമ്മൾ ആദരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. മുജാഹിദിന്റെ വിഭാഗത്തിലെ ഏറ്റവും വലിയൊരു നേതാവാണ് ഹുസൈൻ സലഫി. മോനെ ഹുസൈൻ സലഫി വരട്ടെ. ഹുസൈൻ സലഫി സിയാറത്തിനെ പറ്റി നല്ലൊരു പ്രസംഗം നല്ലൊരു കാലത്ത് നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി തങ്ങള് മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ശുഹദാക്കന്മാരെ സിയാറത്ത് ചെയ്തത്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരെ സിയാറത്ത് ചെയ്തത്, ജന്നത്തുൽ ബഖീഅ സിയാറത്ത് ചെയ്തത്, അവിടെ പോയിട്ട് ദുആ ചെയ്തത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തതും കൊണ്ടും കാണാത്തത് കൊണ്ടൊന്നല്ല. സിയാറത്തുൽ ഖുബൂരി സുന്നത്തുൻ മുഅക്കദത്തുൻ സാബിതത്തുൻ അൻ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുൽ ഖുബൂർ വയഖൂലു സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നബി തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ട്, സിയാറത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട്. അത് പരലോകത്തെ ചിന്ത ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് സിയാറത്ത് ചെയ്തവനും ഗുണുണ്ട്, ഖബറിൽ കിടക്കണവനും ഗുണുണ്ട്. എന്നാ പിന്നെ മഹാന്മാരെ മുൻനിർത്തി ദ്വാരക്കാൻ പറ്റുമോ? അത് ഇൻഷാ അല്ലാഹ് ചർച്ച ശേഷം വരുന്നുണ്ട്, അപ്പം പറയാം. ഏതായാലും ഹുസൈൻ സലഫി ഖബർ സിയാറത്തിനെ പറ്റി ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഹുസൈൻ സലഫിനോട് നമുക്ക് പറയാനുള്ളത്, എല്ലാ മുജാഹിദിന്റെ നേതാക്കന്മാരും പ്രഭാഷകന്മാരും വിളിച്ചു കൂട്ടിയിട്ട് ഇക്കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹുസൈൻ സലഫിയുടെ പഴയ പ്രസംഗം ഒന്ന് വരട്ടെ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മുടല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ? തൽക്കുന്നുണ്ട് ശ്രദ്ധിക്കുക. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മുടെ കുടുംബത്തിന് അത്രേ ഉള്ളൂ, അവിടെ നിന്നാ മതി. അപ്പൊ സിയാറത്തുൽ ഖുബൂർ എന്ന് പറഞ്ഞാലോ ഖബർ സന്ദർശനം. അവിടെ എന്തില്ല? ആരാധനയില്ല, അവിടെ ആരാധനയില്ല. അപ്പൊ സിയാറത്തുൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബർ സന്ദർശനം. എന്നിട്ട് സന്ദർശിച്ച് എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മൾ പറയണില്ല, അയാൾ എന്ന് പറയട്ടെ. ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ? മക്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി ആ ഖബറുകളൊന്ന് കണ്ടുകൂടെ? അവർക്ക് വേണ്ടി അല്ലാഹു നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയിട്ട്, മഹാന്മാര് മരിച്ചുപോയിട്ട് ഖബറുകളിൽ മക്ബറകളിൽ കിടക്കണില്ലേ? നിങ്ങൾക്കൊന്ന് പോയി സന്ദർശിച്ചുകൂടെ? ഇപ്പൊ ഞമ്മക്ക് ആ പിരാന്ത് തോന്നിപ്പോകും. അപ്പൊ സിയാറത്ത് ചെയ്യണം, ഖബറുകളെ സന്ദർശിക്കണം, മഹാന്മാരുടെ അടുത്ത് പോകണം എന്നാണ് നല്ല കാലത്ത് ഇയാൾ നടത്തിയ പ്രസംഗം. ബാക്കി അവർക്ക് വേണ്ടി അല്ലാഹു പ്രാർത്ഥിച്ചുകൂടെ? അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു. അവർക്ക് വേണ്ടി അള്ളാഹിനോട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കല്. അപ്പൊ ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കണമെന്നൊന്ന് വന്ന് നോക്കിക്കൂടെ? ഞങ്ങൾ ദ്വാരക്കുമ്പോഴൊക്കെ അല്ലാഹുമ്മ അല്ലാഹുമ്മ തന്നെ ദ്വാരക്കണത്. അതിന് വിമർശിക്കണേനും ഒന്ന് വന്ന് നോക്കുക, ഒന്ന് കേൾക്കുക, എന്താണ് സുന്നികൾ ദ്വാരക്കണത്. അപ്പോഴും പറയാം ആരാധന ആരാധന. ആരോ എഴുതി കൊടുത്തൊരു കുറിപ്പാത്ത്, ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തത്, അത് കൊടന്നിങ്ങനെ വായിക്കണ്. എന്താണ് ഇവിടെ നടക്കണതെന്ന് വല്ല ധാരണയുണ്ടോ? അപ്പൊ ഖബറുകളിൽ ചെന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം എന്നാ മൂപ്പർ പറഞ്ഞാൽ ആയിക്കോട്ടെ, നമ്മളെ സമ്മതിച്ചു. അള്ളാഹുനോട് തന്നെയാണ് നമ്മൾ ദ്വാരക്കണത്. അതല്ലേ തങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. അതുകൊണ്ട് നമുക്ക് അതന്നെ ഏതന്നെ അള്ളാഹിനോട് ദ്വാരക്കുന്ന സിയാറത്ത് അതിനെയാണ് നമ്മളും ചെയ്യണത്. അതിന് നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ? വല്ല തടസ്സമുണ്ടോ? അത് ഖബറാരാധനയല്ല, ഖബറിലുള്ളവരോടുള്ള ഇബാദത്തുമല്ല, സിയാറത്താകുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ? ഒന്ന് നമ്മുടെ പ്രാർത്ഥന.
ഖബർ സിയാറത്ത് കൊണ്ട് നമുക്ക് 2 നേട്ടമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെ 2 നേട്ടം പറയട്ടെ? സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹ് ശാന്തി നൽകില്ലേ. അപ്പൊ സിയാറത്ത് ചെയ്താക്ക് അതിന്റെ കൂലിയുണ്ട്, ഖബർ കിടക്കണാക്കോ അതിന്റെ കൂലിയുണ്ട്. അതന്നെ ഞങ്ങളും പറഞ്ഞത്. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. സിയാറത്ത് ചെയ്യണാക്കും കൂലിയുണ്ട്, ഖബറിലാക്കും കൂലിയുണ്ട്. അവിടെ നിൽക്കുക. എന്ത് വേണ്ട? ഖബർ ആരാധന വേണ്ട. CM വലിയുള്ളാൻ ആരാധിക്കുന്നു എന്ന് പറയണ്ട, ഏർവാടിയിലെ ശുഹദാക്കന്മാർ ആരാധിക്കുന്നു എന്ന് പറയണ്ട, മറ്റുള്ള മഹാരഥന്മാർ ആരാധിക്കുന്നു എന്ന് പറയണ്ട. ആരാധനയല്ല, ആദരവും സിയാറത്തുമാണ്. അവിടെ നിന്നാ മതി. ബാക്കി അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഖബർ കാണുമ്പോ ഞെട്ടാത്തവരായിട്ടാരാ ഉള്ളത്? ഖബറെന്നു കേട്ടാൽ ഖബർ കണ്ടിട്ട് ഞെട്ടാത്തോലും മുജാഹിദുകൾ മാത്രം. ബാക്കി എല്ലാവർക്കും ഖബർ കാണുമ്പോ ബേജാറാണ്. കാരണം ഓൽക്കങ്ങനെ ബേജാറില്ല. കാരണം മനുഷ്യൻ ഓന് ചെയ്തു, അയാൾ ചെയ്തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓൽക്ക് ഇതിലെ ബേജാറ് മോനെ കുറച്ചുകൂടി ബേക്കെന്ന് വരട്ടെ. അപ്പൊ അവർക്ക് ഇതിലെ ബേജാറൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ഖബർ ചിന്ത ഉണ്ടാകാനും മരിച്ചവർക്ക് ഗുണം കിട്ടാനും ദ്വാരിക്കുന്നവർക്ക് ഗുണം കിട്ടാനും ഏറ്റവും നല്ല പണി ഖബർ സിയാറത്താണ് എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. അവിടെ നിന്നാ മതി. പറയട്ടെ ബാക്കി. ഉള്ളത് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. വഹാബികളെ പ്രസംഗം റെഡി ആകണമെങ്കിൽ സുന്നിയാള് പാടും പോലെ പാട്ട് തന്നെ പാടണം, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഖബർ കണ്ടാൽ ഞെട്ടാത്തവരാരും ഇല്ല. ഖബർ എന്ന് പറഞ്ഞാൽ സിയാറത്താണ്. അതുകൊണ്ട് ഖബറിലുള്ളവർക്കും ഗുണം കിട്ടും, ജീവിച്ചിരിക്കുന്നവർക്കും ഗുണം കിട്ടും. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ഈ കാണുന്ന ഒരൊറ്റ സുന്നികളും ഖബറിലുള്ള ആളുകൾ ആരാധിക്കുന്നില്ല. പിന്നെ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം മഖ്ബറയാണ്. മോനെ അടുത്ത് ആ ഫോട്ടോന്ന് വരട്ടെ, അത് കണ്ടങ്ങള്. അതാരാ ഖബറാര്യങ്ങള്? ഇബ്നു തീമിയയുടെ ഖബറാണത്. ഇന്നും അങ്ങനെ തന്നെയാണുള്ളത്. മുജാഹിദിന്റെ നേതാക്കന്മാർ ശൈഖുൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ച ഇബ്നു തീമിയയുടെ മഖ്ബറയാണ് ആ കാണുന്നത്. ആ മഖ്ബറ ആദ്യം തച്ചു പൊളിക്കണം, എന്നിട്ട് പറയാ ഞങ്ങള് ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഞങ്ങളത് തുടങ്ങിക്കോളി എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു നീതി ഉണ്ട് എന്ന് പറയാം. ഈ ഇബ്നു തീമിയയുടെ മഖ്ബറ എന്ന് മാത്രമല്ല, ഈ മഖ്ബറയിലെ വരുമാനത്തിന് വേണ്ടി ഇബ്നു തീമിയയുടെ സന്താന പരമ്പര തർക്കം തല്ലുമുടി ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോടതൊക്കെ പഠിപ്പിക്കണത്? വരുമാനം ആർക്കും എന്താ ഇഷ്ടപ്പെടാത്തൊരു സംഗതിയൊന്നുമല്ല. ശൈഖുൽ ഇസ്ലാം എന്ന് വഹാബികൾ പഠിപ്പിക്കുന്ന ഇബ്നു തീമിയയുടെ ഖബറാണ് നിങ്ങളാ കാണുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാടുകളിൽ പ്രശ്നം ഉണ്ടാക്കുക. ചില ആളുകളൊക്കെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാടുകളിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം, വേറൊന്നുമല്ല. ഐക്യത്തിലും ഒത്തൊരുമയിലും പോകുന്ന നാടുകളെ പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ടല്ലേ 1921 നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഇവനാണ്. നിഷ്പക്ഷ സംഘം എന്ന് 1921. അന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാത്തടത്ത് എന്ത് സംഘം ഉണ്ടാക്കി? നിഷ്പക്ഷ സംഘം. അങ്ങനെ പക്ഷത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. 1922 പിന്നീട് അത് ഐക്യസംഘം എന്ന പേരിൽ പുതിയൊരു സംഘടനയാക്കി. ഐക്യസംഘം. എവിടെയാണ് ഐക്യം ഉണ്ടാകേണ്ടത്? അനൈക്യമുള്ളടത്ത്. ഇവിടെ എന്താണ് അനൈക്യം? ഒരനൈക്യമില്ല. പിന്നെന്തിനാ ഐക്യസംഘം ഉണ്ടാക്കിയത്? അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1922. പിന്നെ 1924 ആ സംഘടന വീണ്ടും രൂപാന്തരപ്പെട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടനയാക്കി മാറ്റി. ഈ സംഘടനകൾ മുഴുവനും പിന്നീട് 1950കളിൽ അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിലേക്ക് മാറ്റി. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോഴേക്ക് 18 19 ഗ്രൂപ്പുകളായി, ഗ്രൂപ്പുകൾക്ക് മുകളിൽ ഗ്രൂപ്പുകളായി
പൊട്ടി ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു. എന്തിന്റെ പേരിൽ? അടിസ്ഥാനപരമായ തൗഹീദിന്റെ വിഷയത്തിൽ. അടിസ്ഥാനപരമായ തൗഹീദിന്റെ വിഷയത്തിൽ. എന്നിട്ടൊരു മുജാഹിദിന്റെ മുതിർന്നൊരു നേതാവുണ്ട്, ഒരു ചെറുപ്പക്കാരനായ നേതാവ്, സുബൈർ സലഫി എന്നാണ്. മോനശരിയല്ലേ? സുബൈർ സലഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇവിടെ അടുത്ത ദിവസം നടത്തിയൊരു പ്രസംഗം. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യാത്ര നടന്നു, AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടന്നു. ആ 2 യാത്രയെയും പരാമർശിച്ച് അദ്ദേഹം പറയാണ്, ഒരു ഹദീസ് ഓതിയിട്ട് ഈ ഹദീസ് വിശദീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന്. അപ്പൊ നമ്മൾ ആദ്യം അത് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് വലിയൊരു സംഭവമായിരിക്കുന്നു. അദ്ദേഹം അതൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്കതൊന്ന് വിശദീകരിക്കണം. യഹൂദികളെയും നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അപ്പോൾ യഹൂദികളുടെയും നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഓക്കേ, യഹൂദികളുടെയും ശ്രദ്ധിക്കണം, യഹൂദികളുടെയും നസാറാക്കളുടെയും മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. എന്തുകൊണ്ടാണ് ശാപം ഉണ്ടായത്? അത് അദ്ദേഹം കുറച്ചുകൂടി പുറത്തു നിന്നിട്ട് എന്തുകൊണ്ടാണ് ശാപം ഉണ്ടായത് അദ്ദേഹം പറയട്ടെ. നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ശാപം. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദികളെയും നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അംബിയാക്കന്മാരുടെ അവരുടെ നേതാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രമാക്കി. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ആരാധനാ കേന്ദ്രമാക്കി. ആര്? യഹൂദി നസ്വാറാക്കൾ. അതുകൊണ്ട് അവർ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ യഹൂദി നസ്വാറാക്കൾ അല്ലാഹു തആല ശപിച്ചത് അവരുടെ പ്രവാചകന്മാരുടെ നേതാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയത് കൊണ്ടാണ്. ഓക്കെ, ബാക്കി തിരുവനന്തപുരം മുതൽ വരെ കാസർഗോഡ് വരെ കേരള യാത്രകളും പല യാത്രകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു തവണ വായിച്ച അർത്ഥം പറയാൻ സാധ്യമാകുമോ? 10,000 വട്ടം ഞങ്ങൾ ഈ ഹദീസ് വായിച്ച അർത്ഥം വെക്കും. ഞങ്ങൾക്ക് ഒരു ഹദീസ് വായിക്കണേൽ ഒരു പേടിയില്ല. ഒരു ഹദീസ് അർത്ഥം വെക്കുന്നതിൽ ഞങ്ങൾക്കൊരു പേടിയില്ല. ഏത് ഹദീസിന്റെ അർത്ഥം ഞങ്ങൾ വെക്കേണ്ടത് പറയട്ടെ അദ്ദേഹം. നിരവധി മഖാമുകളെ കെട്ടിപ്പൊക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതുവരെ ചെന്നെത്താത്ത സ്ഥലങ്ങളിലേക്ക് പുതിയ ജാറങ്ങൾ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഹദീസിൽ പറയാണ് യഹൂദി നസാറാക്കൾക്ക് ശാപം കിട്ടാനുള്ള കാരണം അവരുടെ പുണ്യാത്മാക്കളായ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് കൊണ്ടാണ്. അപ്പൊ അമ്പിയാവുലിയ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയത് കൊണ്ട് അവരല്ല ശപിച്ചിരിക്കുന്നു. അതിനിപ്പോ ഞങ്ങളെന്താ ചെയ്യേണ്ടി? ഞങ്ങളെന്താ ചെയ്യേണ്ടത്? എന്താ ഹദീസിന് ഇത്ര പ്രത്യേകത? ഇതെന്തിനാ അദ്ദേഹം പറയണങ്ങള്? മഖ്ബറകളിൽ പോകുന്നവര് മുശ്രിക്കീങ്ങളാണ്, വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഇവിടെ മഖ്ബറകളിൽ ആരാധന നടക്കണില്ല. ഈ പറയപ്പെട്ട യഹൂദി നസ്വാറാക്കൾ അവരുടെ മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയതിന്റെ പേരിൽ അവര് ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുന്നികൾ അതിന്റെ പേരിൽ എന്തിനു പഴിക്കണം? ആ ഹദീസ് എന്തിനാണ് സുന്നികൾ വായിക്കാൻ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ഞങ്ങളാരും ഒരു മഖ്ബറകളിലും ആരാധനാ കേന്ദ്രങ്ങൾ ആക്കിയിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പ്രഭാഷകന്മാർക്കും തന്നെയാണ് പറയും. നാടുകളിൽ മുഴുവനും പച്ചക്കളവ് പറയാം. ഇതേ ഹദീസ് മുജാഹിദിന്റെ മറ്റൊരു നേതാവ് അൻസാർ നന്മണ്ട എന്ന് പറയുന്ന ഒരു നേതാവും പരസ്യമായിട്ട് വ്യാജമായ വ്യാഖ്യാനം നൽകുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഇദ്ദേഹം പ്രസംഗിച്ച അതേ സ്ഥലത്ത്, അതായത് കോഴിക്കോട് CM മടവൂർ തങ്ങളുടെ മക്കാമിനെ എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് മുഴുവനത്തിനും മറുപടി പറയാൻ പോകാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. പ്രവാചകന്റെ നാവുകളിൽ മന്ത്രിച്ച അവസാനത്തെ വാക്യങ്ങനെയായിരുന്നു, ജനങ്ങളോട് പറയണേ ആയിഷ. സൗണ്ട് കുറച്ചിട്ട് തൽക്കുന്ന പറ്റും, നല്ല മനസ്സിലാവുള്ളൂ. പ്രവാചകന്റെ നാവുകളിൽ മന്ത്രിച്ച അവസാനത്തെ വാക്യങ്ങനെയായിരുന്നു, ആയിഷ, ജനങ്ങളോട് പറയണേ ആയിഷ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ.
ജൂത ക്രൈസ്തവ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്വാറാക്കൾ അല്ലാഹു ശപിച്ചു, ഓല ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രമാക്കി. വളരെ ക്ലിയറാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയോട് അദ്ദേഹം പറയട്ടെ. അല്ലാഹു ശപിച്ചിരിക്കുന്ന ആയിഷ, അവരെ ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ ആയിഷ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഔലിയാക്കൾ മരിക്കുമ്പോ ആ മരിച്ച കബറുകൾ കെട്ടിപ്പൊക്കി കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും ചെന്നിരുന്ന ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്ന ആയിഷ. പോയ ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഓക്കെ, അതും റെഡി. ബാക്കി തീരുന്നതിന്റെ അവസാനം വീണ്ടും ആയിഷ ബീവിയോട് കണ്ണു നിറഞ്ഞു റസൂലുള്ള പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു: ആയിഷ, ജനങ്ങളോട് പറയണം, ആയിഷ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും, ലോകത്തെ ഏറ്റവും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് നബിയാണ് മരിച്ചതെങ്കിൽ പോലും ആയിഷ അവരോട് പറയണം, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ പോലും കെട്ടിപ്പൊക്കരുത് എന്ന് പറയണം. മനസ്സിലായോ? ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന് പറയണേന്ന്. പച്ച നുണല്ലേ? അയാളൊക്കെ കയ്യിൽ കിട്ടിയ വെറുതെ വിടാൻ പാടില്ല. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ ഖബർ കെട്ടിപ്പൊക്കരുത് എന്നാ പച്ച കളവല്ലേ അയാളാ പറഞ്ഞത്? ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്നതിന്റെ അർത്ഥം. ഞാൻ മരിച്ചാല് എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന്. എന്നിട്ട് ആ ഹദീസ് ഇങ്ങോട്ട് ഓതിയിട്ട് അർത്ഥം വെക്കുകയാണെന്ത്? മോനെ കുറച്ചുകൂടി പുറത്തുനിന്ന് വരട്ടെ. എന്താ പറയണത്? ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ കെട്ടിപ്പൊക്കരുതേ എന്ന്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വാള് പറഞ്ഞൂടെ? ഖുൽ ഹുവല്ലാഹു അഹദ്, പെണ്ണുങ്ങൾ പള്ളി പോകണം. അല്ലാഹു സമദ്, ഖുത്ബ മലയാളത്തിലാകണം. ലം യലിദ്, നബിദിനം കഴിക്കണം. വലം യൂലദ്, നബിദിന യാത്ര ഘോഷയാത്ര നടത്തണം. നമുക്കും പറഞ്ഞൂടെ അങ്ങനെ? എന്തെങ്കിലുമൊക്കെ ഹദീസ് ഓതാ, എന്നിട്ട് അവനാന് സൗകര്യമുള്ള ആശയം പറയാം. ഉള്ളതേ പറയാവൂ. പറയട്ടെ. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും, ലോകത്തെ ഏറ്റവും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് നബിയാണ് മരിച്ചതെങ്കിൽ പോലും ആയിഷ അവരോട് പറയണം, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ പോലും കെട്ടിപ്പൊക്കരുത് എന്ന് പറയണം. എന്റെ ഖബറിന്റെ അടുത്ത് ആരാധിക്കാൻ വരരുതെന്ന് പറയണം. എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയണം. എന്നിട്ടും മതി വരാത്ത റസൂലുള്ള. അതൊക്കെ അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അതൊക്കെ അയാളെ പോക്കറ്റിൽ നിന്നാണ്. എന്റെ ഖബർ ആരാധന കേന്ദ്രമാക്കരുത് എന്നതിലുണ്ട്. പരിശുദ്ധമായ മദീനത്ത് ആ പച്ചക്കുബ്ബക്ക് താഴെ അന്തി ഉറങ്ങുന്ന നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാളും ആരാധിക്കണില്ല. അത് വലിയ സൗണ്ടിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരാളും ആരാധിക്കണില്ല. ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞു കിട്ടല്ലേ വേണ്ടി ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അപ്പൊ ഖബറുകളെ ആരാധിക്കരുതേ എന്ന ഹദീസ് ഓതുക, എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന് പറയാ. യഹൂദി നസാറാക്കൾ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസ് ഓതുക, എന്നിട്ട് അത് സുന്നികളുടെ മേലിൽ എങ്ങനെയെങ്കിലും കെട്ടിവെക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഹദീസ് പോകട്ടെ, ആയത്തുകൾ എന്തെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്നിട്ടല്ല ഹദീസ്. മുജാഹിദ് വിഭാഗത്തിൽ തീവ്ര ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ വിശദമായി പറയേണ്ടതാണ്. തീവ്രമായൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനം തമിഴ്നാട്ടിലേക്കൊക്കെ അങ്ങനെ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ആ തീവ്ര ഗ്രൂപ്പിന്റെ വിശ്വാസം എന്താണെന്നറിയാം, നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. മുജാഹിദ് വിഭാഗം തീവ്ര ഗ്രൂപ്പ് എന്താണ്? അവരുടെ തീവ്രതയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കണം. നബി തങ്ങൾ ജീവിച്ചതുപോലെ ജീവിച്ചില്ലെങ്കിൽ അതെന്താകും? ബിദ്അത്താകും. ഉദാഹരണം, ഓട്ടോറിക്ഷയിൽ കയറാൻ പാടില്ല. എന്താ? നബി ഓട്ടോറിക്ഷയിൽ കയറിയില്ല. അപ്പൊ ഓട്ടോറിക്ഷയിൽ കയറല് ബിദ്അത്ത്. എന്താ? നബി ചെയ്യാത്തത് ചെയ്തു. ബസ്സിലോ തീരെ പാടില്ല. അതെന്താ? നബി ബസ്സിൽ കയറിയില്ല. ആ ബസ്സിൽ കയറല്ലോ ബിദ്അത്ത്. അപ്പൊ എന്നാ യാത്ര ചെയ്യണ്ടേ? ചെയ്യണം.
അപ്പൊ യാത്ര ചെയ്യാൻ എന്താ വേണ്ടത്? നബി യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യണം. എങ്ങനെ നബി യാത്ര ചെയ്തത്? ഒട്ടകപ്പുറത്ത്. എന്നാ ഒരു 4 ഒട്ടകം വാങ്ങിയിട്ട് അതിന്റെ മേലെ യാത്ര ചെയ്യാൻ പറ്റുമോ? അതും പറ്റൂല. അതെന്താ കാരണം? നബി തങ്ങൾ ഇങ്ങനെ കാടും മേടും അതുപോലെ പുല്ലും അതുപോലെ തോടും പാടുള്ള സ്ഥലത്ത് നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ നബി തങ്ങൾ എവിടെ യാത്ര ചെയ്തത്? മരുഭൂമിയിലാണ്. അങ്ങനെ തൗഹീദ് തരിപ്പിൽ പോയി സിറിയയിലേക്ക് നാട് കടന്ന ഒരുപാട് മുജാഹിദ് ഉണ്ട് നമ്മുടെ നാട്ടില്. അതിനൊക്കെ തൗഹീദ് തരിപ്പിൽ പോകുക എന്നുള്ളതാണ് എന്റെ ഭാഷ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ യമനിലേക്ക് പോയി നബി തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി സർക്കാർ ജോലി പലരും രാജിവെച്ചു. എന്താ? നബി തങ്ങൾ സർക്കാർ ജോലി ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നബി തങ്ങൾ ചെയ്ത ജോലി എന്താണ്? ആടിനെ മേക്കല്. എന്നായിക്കോട്ടെ, ഒരു 100 ആടിനെ വാങ്ങിയിട്ട് മേച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ പറ്റൂല. അതെന്താ കാരണം? നമ്മുടെ നാട് പോലെയുള്ള നാട്ടിൽ നബി തങ്ങൾ ആടിനെ മേച്ചിട്ടില്ല. അവൻ നബി തങ്ങൾ എവിടെ ആടിനെ മേച്ചത്? മരുഭൂമിയിലാണ്. അങ്ങനെ ആടുമായിട്ട് മരുഭൂമി പോയി ജീവിച്ചെങ്കിലേ ഒരു മുസ്ലിമായി ജീവിക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന കഠോര വിഷമുള്ള ഒരു വിഭാഗം വഹാബികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓല പുതിയ വാദം താരങ്ങള് കേട്ടോളി. അവരുടെ പുതിയ വാദം പന്നിയുടെ മാംസം മാത്രമേ ഹറാമുള്ളൂ. പന്നിയുടെ കാല്, ബോട്ടി, തല ഇതൊക്കെ തിന്നാവുന്നതാണ് അവരെ പുതിയ കണ്ടുപിടുത്തം. എങ്ങനെയുണ്ട്? അതിനെന്താ തെളിവ്? ഖുർആനിലെ ആയത്ത് തന്നെ. എന്താ ഖുർആനിലായത്ത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന് ഖുർആനിലുണ്ട്. എന്താ അതിനർത്ഥം? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അല്ലാഹു നിങ്ങൾക്ക് ശവം ഹറാമാക്കി, വദ്ദമ രക്തം ഹറാമാക്കി, വലഹ്മൽ ഖിൻസീരി പന്നിയുടെ മാംസം ഹറാമാക്കി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ബോട്ടിയും തലയും കാലും കുഴപ്പമില്ല, സൂപ്പ് വെച്ചിട്ട് കുടിക്കാന്ന പുതിയ വിശ്വാസം. സ്വർഗത്ത് പോകല്ലേ വേണ്ടു. അതാണ് നമ്മൾ പറഞ്ഞത്. അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ബഹറുൽ അഹ്മർ അക്കരെ കടന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ കയ്യിലൊരു വടിയുണ്ട്, മുഅ്ജിസത്തിന്റെ വടി. ആ വടി നിലത്തിട്ടാൽ പാമ്പാകും, അത് ഇരുട്ടുള്ള സമയത്ത് അത് വെളിച്ചമാകും, അത് മരത്തിലേക്ക് ചൂണ്ടിയാൽ അത് തോട്ടിയായി മാറും. അതിനൊക്കെ ഉപയോഗിക്കുന്ന മുഅ്ജിസത്തിന്റെ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് ഫൗഹൈനാ ഇലാ മൂസാ അൻളിബ് ബിഅസാകൽ ബഹർ ഫൻഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്രായേല്യരായ ആളുകളെയും കൊണ്ട് നാട് വിടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹറുൽ അഹ്മറിന്റെ തീരത്ത് വന്നപ്പോൾ ആ കയ്യിലുള്ള മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് വെള്ളത്തിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടോ വെള്ളം 2 ഭാഗത്തേക്ക് മാറി. എന്നിട്ടോ അവിടെ ഒരു വഴി രൂപാന്തരപ്പെട്ടു. ആ വഴിയിലൂടെ മൂസാ നബിയും ആളുകളും രക്ഷപ്പെട്ടു. വഹാബി എളുപ്പത്തെ വാദം അങ്ങനൊന്നും പറഞ്ഞാല് ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു വടി കൊണ്ടൊക്കെ വെള്ളത്തിൽ അടിച്ചാൽ വെള്ളം അങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് വേലിയിറക്ക സമയത്ത് മൂസാ നബി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം. വേലിയിറക്ക സമയത്ത് വെള്ളം ഇങ്ങനെ താഴ്ന്നപ്പം മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിന് ദുർവ്യാഖ്യാനം തീർന്നിട്ടില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ആളുകളും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയപ്പോ ഉറുമ്പുകൾ ഇങ്ങനെ ചാലിട്ട് വഴി ക്രോസ് ചെയ്ത് ഉറുമ്പുകൾ ഇങ്ങനെ ചാലിട്ട് നടന്നു പോവാണ്, അരിച്ചു പോവാണ്. അപ്പൊ ഉറുമ്പുകളുടെ നേതാവ് ഖാലത്തിനംലത്തുൻ, ഉറുമ്പുകളുടെ നേതാവ് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ ആളുകളും വരുന്നുണ്ട്. അവരുടെ കാലിന്റെ അടിയിൽ ചവിട്ടി മെതിച്ച് മരിച്ചു പോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് മാളങ്ങളിൽ പോയി ഒളിക്കണം എന്ന് ആര് പറഞ്ഞു? ഖാലത്ത് നംലത്തുൻ,
ഉറുമ്പിന്റെ നേതാവ് പറഞ്ഞു. ഇന്ന് മുജാഹിദിന്റെ തീവ്ര വിഭാഗത്തിൽപ്പെട്ടവർ പറയാണ് ഉറുമ്പിന്റെ നേതാവ് പറഞ്ഞു, ഉറുമ്പ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് കാലത്ത് നംലത്തുൻ എന്ന് പറഞ്ഞാൽ നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു എന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ നിലക്ക് പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തി, ഒരാൾ ലോകത്ത് പറയാത്ത ദുർവ്യാഖ്യാനങ്ങൾ നടത്തി പരിശുദ്ധ ഖുർആനിനെ പോലും പച്ചയായി കളവാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലത്ത് ലോകത്ത് ആദ്യമായി വന്ന ബിദ്അകൾ, അവരുടെ പേരാണ് ഖവാരിജിയാക്കൾ. അവരാണ് ലോകത്ത് ആദ്യമായി വന്ന ബിദ്അ പ്രസ്ഥാനം. ഒരുപാട് ആളുകളുണ്ട്. ഖവാരിജിയാക്കളുണ്ട്, ദഹ്രിയാക്കളുണ്ട്, ഖദരിയാക്കളുണ്ട്, മുഅ്തസിലിയാക്കളുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിലാദ്യം വന്ന ഖവാരിജുകൾ. എന്താണ് ഖവാരിജികളുടെ പ്രത്യേകത? ഖവാരിജികൾക്ക് 3 പ്രത്യേകതയാണുള്ളത്. 3 പ്രത്യേകത. ഒന്ന്, മുസ്ലിങ്ങളെ കാഫിറാക്കുക. 2, മുശ്രിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിങ്ങളെ മേലിൽ ഓതുക. 3, ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലിയിട്ട് പിരിഞ്ഞു പോവുക. ഇതാണ് ഖവാരിജിയാക്കളുടെ സ്വഭാവം. ഈ സ്വഭാവം ഇന്ന് പരിശോധിച്ചാൽ 100% ഫിറ്റാകുന്നത് ഇന്നത്തെ വഹാബികൾക്കാണെന്ന് ബോധ്യപ്പെടും. ഞാനത് വിശദീകരിക്കുന്നില്ല. മുജാഹിദിന്റെ ഒരു യുവ നേതാവ് അത് കൃത്യമായി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഖവാരിജിയാക്കളുടെ സ്വഭാവം ഖവാരിജിയാക്കളുടെ സ്വഭാവം ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് മുസ്ലിമായ ഒരു മനുഷ്യനെ കാഫിറേ എന്ന് വിളിക്കും. ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കുറെ ഉദാഹരണങ്ങൾ കണ്ടല്ലോ. അത് തന്നെ വരട്ടെ. ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരികയാണ്, എന്തെങ്കിലും ഒരു കുഴപ്പം വരികയാണ്, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിറാന്ന് ഒരു മടിയുണ്ടാവില്ല. മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന കലിമത്ത് തൗഹീദ് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ കാഫിറെ എന്ന് വിളിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കളുടെ പരമ്പരയിൽപ്പെട്ട മുജാഹിദുകളും ആ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1, 2 പണ്ഡിതന്മാർ പറയുന്നത് മാത്രല്ല രണ്ടാമത്തെ അവരുടെ അടയാളം ഈ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. ഖവാരിജിയാക്കളുടെ രണ്ടാമത്തെ അടയാളം, മുശ്രിക്കീങ്ങൾക്ക് എന്തെല്ലാം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടോ, മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച്, അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ച്, അവർക്കുള്ള മുന്നറിയിപ്പ് എന്തൊക്കെ ആയത്തിറങ്ങിയിട്ടുണ്ടോ ആ ആയത്തുകളെ മുഴുവനും മുസ്ലിമീങ്ങളെ മേലിൽ ചാർത്തുക. എന്നിട്ട് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക. ഇതാണ് ആരപ്പണി? ഖവാരിജിയാക്കളുടെ പണി. ആ പണി ആരാ ചെയ്യണത്? വഹാബികളാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ചില പ്രസംഗങ്ങളെ കൊണ്ട് തെളിയിക്കും. അടുത്തതിന്റെ ബാക്കി നേരെ ഓതും. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും. അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടിയുണ്ടാവില്ല. ഖവാരിജിയാക്കൾക്ക് മടി ഉണ്ടാവില്ല. ആ മടിയില്ലായ്മ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹാബികളാണ്. ബാക്കി അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഗ്രൂപ്പുകൾ വല്ല തല്ലുകളായിരിക്കും. അങ്ങനെ 19 ഗ്രൂപ്പായി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം മാറിയിരിക്കുന്നു. ആ 19 ഗ്രൂപ്പും ഫുറൂഇയായ ശാഖാപരമായ കാര്യത്തിന്റെ പേരിലല്ല ഭിന്നിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവചനം പറയുന്ന, ഇബാദത്തിന് നിർവചനം പറയുന്ന, ശിർക്കിന് നിർവചനം പറയുന്ന, ഇബാദത്തിന് നിർവചനം പറയുന്ന വിഷയത്തിലാണ് ഭിന്നിച്ചിട്ടുള്ളത്. മുജാഹിദ് ബാലുശ്ശേരി മോനെ വരട്ടെ. മുജാഹിദ് ബാലി അദ്ദേഹം ഒരു ആയത്ത് ഇവിടെ നോക്കി. എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 45-ാമത്തെ ആയത്ത് മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ഓതും. ആ ആയത്തിൽ എന്താ പറഞ്ഞാൽ നിങ്ങള്? സമസ്ത പയച്ചതാണ്, സുന്നികൾ പയച്ചതാണ്. കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദുകളെയും കേരളത്തിലെ സമസ്തയെയും ഇറങ്ങിയത് 1500 കൊല്ലം മുമ്പ്.
കേരളത്തിലെ സമസ്ത ഉണ്ടായിട്ടോ ഒരു 100 കൊല്ലത്തിനടുത്തു ആയിട്ടുള്ളൂ. ആ സമസ്ത പയച്ചു, ആ സമസ്തനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സുന്നികളൊക്കെ പയച്ചു എന്ന് എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട് എന്നാണ് ആര് പറയണത്? മുജാഹിദ് ബാലുശ്ശേരി പറയണത്. ആ ആയത്ത് ഒന്ന് കേട്ടോളി. കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദുകളെയും അവർ രണ്ടുപേരുടെ സ്വഭാവത്തെ പറയുന്ന ഒരു ഖുർആനിന്റെ വചനം അങ്ങനെയുണ്ടോ? ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനം. സുമറിലെ 45-ാമത്തെ ആയത്തിലാണ് എന്തുള്ളത്? സുന്നിയാള് പേച്ചുകൊണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പറയട്ടെ. ശരിക്കും ചിന്തിച്ചോളാം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. മുജാഹിദുകളുടെ ഏതെങ്കിലും ഇരുന്നാണ്ട് തല കൊണ്ട് തന്നെ ചിന്തിക്കുക. അള്ളാഹു പറയുന്നുണ്ട് സമസ്തകാർ സുന്നിയാളൊക്കെ പേച്ചുകൊണ്ടെന്ന് ഖുർആനിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ എടുത്തോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ ഖുർആനിക വചനം എടുക്ക്. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അല്ല പറയുന്നത്, ഞങ്ങളെ പറ്റിയാണോ അല്ല പറയുന്നത്? ആ ഖുർആനിക വചനം എന്തറിയോ? അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, എന്ത് അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ, നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടാൽ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് നേർച്ച അള്ളാഹുവിന് മാത്രം. ഞാൻ ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കും. നേർച്ച അള്ളാഹുവിനോട് എന്നുള്ള വാക്ക് പോലും ആ ആയത്തിലില്ല. അർത്ഥം ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ ബാക്കി. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ കേട്ടോളണം. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ കോപിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, ഖണ്ഡനം നടത്തുന്ന, സ്റ്റേജ് കയ്യേറുന്ന, പോസ്റ്റർ കീറുന്ന ഒരു വിഭാഗം അയാളെ പോക്കറ്റ് നിർത്തി സൗകര്യത്തിന് ഇങ്ങനെ പറയണം. അതൊന്നും ആയത്തിന്റെ അർത്ഥമല്ല. ഈ ആളുകളെ നിങ്ങൾക്ക് കാണാം. തീർന്നില്ല. അടുത്തത് എന്തറിയോ? അള്ളാന്റെ കൂടെ CM മടവൂരിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, മൊയ്തീൻ ശൈഖിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതാ AP ആകുന്നു. ഒന്നുകൂടി ഇന്റെ ഭാഷയെ പറഞ്ഞാൽ APകൾക്കതാ ഹാപ്പി ആകുന്നു. ആയത്ത് വരട്ടെ. സൂറത്തു സുമറിലെ 45-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ പറയുന്നു സമസ്തക്കാരെ സുന്നികൾ പയച്ചിട്ടുണ്ട് എന്ന് ആയത്തിലുണ്ട്. നാം മുപ്പർ പറയണത് എന്താണ് ആയത്തിന്റെ അർത്ഥം? പരസ്യമായി പരിശുദ്ധ ഖുർആനിന്റെ വഹയ്യ് മുഖേന നബി തങ്ങൾക്ക് വന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പോലും ഒരു മടിയുമില്ലാതെ പരസ്യമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കളവ് പറയാൻ ഒരു മടിയില്ലാതെ കേരളത്തിലെ മുജാഹിദുകളെയും അവർ രണ്ടുപേരുടെ സ്വഭാവത്തെ പറയുന്ന ഒരു ഖുർആനിന്റെ വചനം അങ്ങനെയുണ്ടോ? ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 45-ാമത്തെ വചനം. ശരിക്കും ചിന്തിച്ചോളാം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു കിതാബെന്നല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ എടുത്തോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ ഖുർആനിക വചനം എടുക്ക്. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അല്ല പറയുന്നത്, ഞങ്ങളെ പറ്റിയാണോ അല്ല പറയുന്നത്? ആ ഖുർആനിക വചനം എന്തറിയോ? അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ, നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടാൽ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യതയുണ്ടാകും. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് സന്തോഷമായിരിക്കും. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറയപ്പെട്ടാൽ അതല്ലാതെ ഔലിയാക്കന്മാരെ വിളിക്കുക എന്നും പിശാചുകൾ കൂടെ ഇല്ലേ? ജിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. മലക്കുകൾ കൂടെ ഇല്ലേ? ഉണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിരമല്ല പറയാൻ. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെയും റബ്ബുകളെയും ബിംബങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചാണ് ആയത്ത്. എന്നിട്ട് യാതൊരു മടിയില്ലാതെ
മുശ്രിക്കീങ്ങളെ മേലിൽ ഇറങ്ങി ആയത്ത് കൊണ്ട് ഓതുക, എന്നിട്ട് സുന്നികളെ മേലിലേക്ക് കൊണ്ട് റെഡിയാക്കി വെക്കുക. മോനെ തൽക്കുന്ന ഭാഗം ഒന്നും വരട്ടെ, അദ്ദേഹം പറയട്ടെ. കാവലിനെ ചോദിക്കണം നാം അത്തരം ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇബ്ലീസ് മനക്കെടും. നിങ്ങൾ അള്ളാഹുവിനോട്, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് മൊയ്തീൻ ഷെയ്ഖ് ആവട്ടെ, റിഫായി ഷെയ്ഖ് ആവട്ടെ, ബിംബങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ലാ യസ്മഉ ദുആഅക്കും, لا تستجيب له إلى يوم القيامة يقول لا تجيب دعاءه أبدا لأنها حجر أو خشب أو نحو ذلك. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ബിംബങ്ങളെ വിളിച്ചു ദ്വാരക്കണവരെ പറ്റിയാണ് പറയണത്. ഓലുങ്ങളെ ദ്വാ കേൾക്കൂല, അതല്ലാതെ മഹാന്മാർ കേൾക്കൂലെന്നോ അമ്പിയാക്കന്മാർ കേൾക്കൂലെന്നോ മഹത്തുക്കൾ കേൾക്കൂല എന്നതിനെ സംബന്ധിച്ചല്ല ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കൂടിയും പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. ഇനി കേട്ടാൽ തന്നെ എപ്പോൾ കേൾക്ക. അഥവാ ഒരാൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചു വിചാരിക്കുക, ജിന്ന് നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലെ, പിശാച് നമ്മുടെ കൂടെ ഇല്ലേ, ജിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്, മലക്ക് നമ്മുടെ കൂടെ ഇല്ലേ, ഉണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിനുമല്ല പറയാണ്. ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് മറുപടി പറയാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ മറുപടി പറയുന്നതും മറുപടി ചെയ്യുന്നതുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത തെറ്റോ, നിങ്ങൾ ഈ മരിച്ചതായ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളായ ആരോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ശിട്ടികളോട് ചോദിക്കുക എന്നത് ശിർക്കാണ് എന്നതിലേക്ക് തെളിവാണ് ഈ പറയുന്നത്. അള്ളാഹ് പറയുന്നു, നിങ്ങൾ അങ്ങനെ കാട്ടിയാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ആ ചെയ്ത ശിർക്കിൽ നിന്നിട്ട് അവർ കൂറുമാറും. അപ്പോൾ നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ്? ശിർക്കാണ്. നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ്? മലക്കുകൾ കൂടെ ഇല്ലേ, ഉണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിനുമല്ല പറയാണ്. ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് ഒരാൾ പറയാണ്, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞങ്ങളെ മനസ്സിലാക്കിയത്? ഇത് അള്ളാഹുവിന്റെ മതല്ലേ. അവസാനത്തെ പ്രസംഗത്തിൽ ഖുതുബത്തുൽ വദാഇനോ ഖുതുബത്തുൽ വിദാഇനോ ഒക്കെ പറയുന്ന അവസാന പ്രസംഗം പരിശുദ്ധമായ അറഫയിലെ ജബലുർ റഹ്മയുടെ മുകളിൽ നിന്ന് നബി തങ്ങൾ നടത്തിയ അവസാനത്തെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ എന്താ നബി തങ്ങൾ പറഞ്ഞത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ സമ്പൂർണ്ണമാണ്. ലാ റസൂല ബഅദി വലാ നബിയ, എന്റെ ശേഷം ഒരു നബി വരൂല, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരില്ല. പരിശുദ്ധമായ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്, ഞാൻ അവസാനത്തെ നബി തങ്ങളാണ് എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ച അന്ന് എങ്ങനെയാണോ പരിശുദ്ധമായ ദീന്, അത് സമ്പൂർണമായ മതമാണ്. നബി തങ്ങൾ അവസാനം പ്രഖ്യാപിച്ച അന്ന് പരിപൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് ഏത് ഭാഷയിലാണ് നബി ഖുതുബ ഓതിയത്? അറബി ഭാഷയിൽ. ആ അറബി ഭാഷയിലല്ലാത്ത ഖുതുബ ലോകത്ത് ആരോധിയാലും അത് സ്വഹീഹല്ല. എന്തുകൊണ്ട്? ഇത് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അന്ന് എങ്ങനെയാണോ ദീനിന്റെ നിലപാട്, അതാണ് സമ്പൂർണമായ ദീനിന്റെ നിലപാട്. പിന്നീട് സൗകര്യത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ അത് സമ്പൂർണമായ മതത്തിന്റെ നിയമത്തിൽ നിന്ന് പുറത്താണ്. ഇത് സമ്പൂർണമായ മതമാണ് എന്ന് നബി തങ്ങളെ പ്രഖ്യാപിച്ചന്ന് നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ ഖുലഫാഉർ റാഷിദയുടെ ഭാര്യമാരോ പെൺമക്കളോ ആരെങ്കിലും പരസ്യമായി അന്യ പുരുഷന്മാരോടുകൂടെ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുത്തിട്ടില്ല. പിൻകാലത്ത് ആരെങ്കിലും അങ്ങനെ ആവാമെന്നോ പോകാമെന്നോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണമായ മതത്തിന്റെ നിയമത്തിൽ നിന്ന് പുറത്താണ്. ഇതല്ലേ സമ്പൂർണമായ മതം? ആരെങ്കിലും അങ്ങനെ കൂട്ടിച്ചേർക്കുന്നെങ്കിൽ അത് സമ്പൂർണമായ മതത്തുനിന്ന് പുറത്താണ്. അപ്പൊ ഇതിനൊറ്റ പരിഹാര മാർഗം നിഷ്പക്ഷമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്.
മോൻ അടുത്തത് വരട്ടെ, സലഫി വരട്ടെ, ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലോ 1.5 കൊല്ലം ഇതിൽ അറബി കോളേജിൽ പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബി ആ വാക്കുകൾ ഇങ്ങനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ ഞാനും ആലിമുൽ അല്ലാമായി എന്ന് പറഞ്ഞ് നടന്ന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താലൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. ഇതിനുള്ള പരിഹാരമാണ് പലതിനെയും. മോനെ വരട്ടെ. ഏറ്റവും നല്ല പരിഹാരമാർഗം പഠിക്കുക എന്നുള്ളതാണ്. നിഷ്പക്ഷമായി പഠിക്കുക, എല്ലാ കിതാബുകളും പഠിക്കുക. പഠിച്ചിട്ട് മുൻഗാമികളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ ഇതിനെങ്ങനെ നിർവ്യാഖ്യാനം ചെയ്തു, എന്താണ് അവരിത് കൊടുത്തുള്ള നിർവചനങ്ങൾ എന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ല സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതിന് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. വിവരമില്ലാത്തതാണ് പലതിനെയും നിഷേധിക്കാൻ കാരണം. വിവരമില്ലാത്തതാണ് പലതിനെയും നിഷേധിക്കാൻ കാരണമാകുന്നത്. പഠിക്കുക, അത് കിതാബ് തിരുണോലെ മുമ്പിൽ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാ അന്ധവിശ്വാസം എന്താ സംഭവിക്കണത്? പോകേണ്ടി വരും. അല്ല അപ്പൊ എന്താ സംഭവിക്കണത്? ഒക്കെ അന്ധവിശ്വാസാണെന്ന് ഇങ്ങനെ പറഞ്ഞു തള്ളി, കുറച്ച് ഇന്ധവിശ്വാസം ഇല്ലേ? ഒക്കെ അന്ധവിശ്വാസാന്ന് പറഞ്ഞ് തള്ളിയാല് എല്ലാരും നരകത്തേക്ക് പോകണം. കുറച്ച് ഇന്ധവിശ്വാസം ഉണ്ട് എന്നും പറയാൻ തയ്യാറാകണം. അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ നടന്നു പോകുമ്പോൾ നമ്മളൊരു വഴികെട്ട സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിലോ വസ്ത്രത്തിലോ അത് ശരീരത്തിലോ വസ്ത്രം എന്നതുപോലെ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ട ഞങ്ങൾ ചില ഹദീസ് നേതാക്കന്മാർ എഴുതിയത് നിങ്ങളാളുകൾ തന്നെയാണ് എഴുതിയത്. അതെന്ത് ചെയ്യാൻ തിരുത്തണം. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസുകളെപ്പോലും ദുർബലമാക്കി തള്ളി. ബുഖാരിയിലുണ്ടെങ്കിലും ഞങ്ങളെ യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തള്ളുന്നു എന്നാ പറയണത്. നല്ല യുക്തിയാ. എവിടെയാണ് ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയത്? ആ ഹദീസുകളോ അംഗീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തത്? അത് യുക്തിക്ക് യോജിക്കുന്നില്ല. അപ്പൊ യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ട് ഹദീസുകളെ തള്ളുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് ഏറ്റവും നല്ല പരിഹാരമാർഗം പഠിക്കുക എന്നതാകുന്നു. ബാക്കി പറയട്ടെ. മനസ്സിലാക്കണം എവിടെ എത്തിപ്പോയി. ആര് പറഞ്ഞാലും സ്വീകരിക്കൂല. ബുഖാരിയല്ല, ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂല എന്ന് പറയുന്ന ധാർഷ്ട്യം പറയുന്ന കാലത്തേക്ക് എന്ന് പറയുന്ന ധാർഷ്ട്യം മോനെ അതൊന്നും എന്നോട് പറയേണ്ട കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയോ എന്ന് പറയുന്ന ആളുകളുടെ കാലമെത്തിയോ എന്ന് പറയുന്ന ആളുകളുടെ കാലം അവരാ പറയുന്നത് നിങ്ങൾ അന്ധവിശ്വാസികളാണ്, ഞങ്ങളാട് ശരിയായ സലുകളാണ്. പറഞ്ഞവനവന്റെ ബുദ്ധിയെ പ്രമാണമാക്കുന്നു. പറഞ്ഞവനവജിക്കാത്തത് ആയത്തെ കണ്ടാലും പറ്റൂല, ഹദീസിൽ യോജിക്കാത്തത് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിക്ക് യോജിക്കാത്തത് ആയത്തിൽ കണ്ടാലും ഹദീസിൽ കണ്ടാലും അംഗീകരിക്കാതെ തള്ളുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വിഷയം. ഇസ്ലാമിൽ യുക്തിക്കെന്ത് പ്രാധാന്യമുള്ളത്? ഇസ്ലാമിൽ യുക്തിക്കെന്ത് പ്രശസ്തിയാണുള്ളത്? യുക്തി അനുസരിച്ചല്ല. പല കാര്യങ്ങളും യുക്തിക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ ആൾ ഖബറിന്റെ ഉള്ളിൽ 6 അടി മണ്ണിന്റെ ചുവട്ടിൽ പോയി കിടക്കുമ്പം ആ മനുഷ്യന് സംഭവിക്കുന്നത്, അവിടെ നടക്കുന്ന ചോദ്യങ്ങള്, മലക്കിന്റെ വരവ്, ആ മലക്കിന്റെ വരവിൽ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചൊരു യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ മനസ്സിലാകും. അതുകൊണ്ട് യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊന്നും പറയാൻ നിർവാഹമില്ല. അതിനെടുക്കൊരു കാര്യം, നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുന്നുണ്ട്.
എല്ലാവരും നന്നായിട്ടൊന്ന് സഹകരിച്ചു കൊടുക്കണം. ഒരു 3 സ്വലാത്ത് ബിഫളില് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഉറക്കെ ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലൈഹി വസല്ലം.